ABA അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കേൾക്കാം. ഇതൊരു പുതിയൊരു പ്രോഗ്രാം ആയിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം മുന്നേ US-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. എന്താണ് ABA എന്ന് പറഞ്ഞ പ്രോഗ്രാമും ബാക്കി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമുമായിട്ടുള്ള വ്യത്യാസം? ഇപ്പോൾ MBA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് നമുക്ക് HR ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ഒക്കെ പോലെയുള്ള കോമ്പിനേഷൻസ് ആണ് MBA-ലെ സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് വരിക. പക്ഷേ അത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ മേഖലയിൽ മാത്രമുള്ള അറിവേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റഡ് ആണ്. കമ്പനീസിന് അവരെ കൊണ്ടുള്ള റിക്വയർമെന്റും കുറവാണ്. വേറെ ABA പോലുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 7-8 സ്പെഷ്യലൈസേഷൻസ് ആണ് അവർ ഗെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഫിനാൻസ്, മാർക്കറ്റിംഗ്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് ഈ ABA-ലൊക്കെ വരിക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇയാളെ ഹയർ ചെയ്യുന്ന കമ്പനീസിന് ഇയാളെ കൊണ്ടുള്ള യൂട്ടിലൈസേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം ഇന്ന് ഒരാൾ മാനേജ്മെന്റ് പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ ഓപ്റ്റ് ചെയ്യേണ്ടത്.